ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വിഷുഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുടെ വിഷു ഫലമാണ്. ഏപ്രിൽ 14 ചൊവ്വാഴ്ച ദിവസം, അതായത് കൊല്ലവർഷം 1201 ആണ്ട് മേടം 1 ഉദയാൽപരം 8 നാഴിക 8 വിനാഴിക സമയത്താണ് മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. വിഷു സംക്രമം ഈ സമയത്താണ്. ചതയ നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിലാണ് വിഷു സംക്രമം നടക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തില് വിഷുഫലം, നക്ഷത്രഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. ഈ വിഷു മുതൽ അടുത്ത മേടമാസം വരെയുള്ള പൊതുവായിട്ടുള്ള നക്ഷത്രഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച്, ഇത് പ്യുവർലി ആസ്ട്രോളജി ചാനലാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ, ആസ്ട്രോളജി റിലേറ്റഡ് മാത്രമല്ല വാസ്തുശാസ്ത്രം റിലേറ്റഡ് ചാനൽ കൂടിയാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകുക. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, വിഷു ഫലത്തിലേക്ക് കടക്കാം. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ, ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെ നേരിട്ട് കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകുന്ന സമയമാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ മന്ത്രം ജപിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ ശത്രു തടസ്സം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കർമ്മരംഗത്തും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശത്രുക്കൾക്ക് ആവുന്നതാണ്. അപ്പം ശത്രു തടസ്സം നിയന്ത്രിച്ച് തന്നെ മുൻപോട്ട് പോകുക. ഭദ്രകാളി ദേവിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുക. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി ഗായത്രി മന്ത്രം ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്, ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അങ്ങനെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ആണെങ്കിൽ പോലും, അതല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട് സർക്കിൾസ് ആണെങ്കിൽ പോലും അങ്ങനെ പേഴ്സണലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അധികം സംസാരിക്കാതിരിക്കുക, അധികം തുറന്ന് പറയാതെ ഇരിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. ആരോഗ്യപരമായി അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള സമയമാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനം, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്കും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൊടുത്തവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ മാർക്കറ്റിംഗ് മേഖലകളിലും വർക്ക് ചെയ്യുന്നവർക്കും IT മേഖലകൾ, വിദേശത്ത് IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, കസ്റ്റമേഴ്സിനെ പുതിയതായിട്ട് കിട്ടാനുള്ള ഭാഗ്യം, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ സമയം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള ഭാഗ്യം പോലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബിസിനസ് സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഫണ്ടായി കിടക്കുന്ന അങ്ങനെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി കിട്ടുന്നതാണ്. അതിനുള്ള ദൈവാധീനം ഉണ്ടാകുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഔദ്യോഗികപരമായി നല്ല സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയം. വീട് പണിയുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ല സമയമാകും. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകാനും ആഴ്ചിലവ് നിയന്ത്രിച്ച് മുൻപോട്ട് പോകാനുമുള്ള ദൈവാധീനം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ല രീതിയിലുള്ള ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് അലസത കാര്യങ്ങളൊക്കെ മാറി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ പഠിക്കാൻ ഉള്ള നല്ല രീതിയിലുള്ള ദൈവാധീനം കിട്ടുന്നതാണ്. സരസ്വതി ദേവിയുടെ മന്ത്രം ദിവസവും ജപിക്കുക. ഓം ഐം സരസ്വത്യൈ നമഃ, ഈ മന്ത്രം ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് ജപിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠനത്തിൽ ഫോക്കസ് ചെയ്ത്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും
വിദേശത്തേക്ക് ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ്. നല്ല രീതിയിലുള്ള ദൈവാധീനം കിട്ടുന്നതുമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന നല്ല സമയമാകും വരാൻ പോകുന്നത്. ഭാഗ്യപരമായി വളരെ അനുകൂല സ്ഥാനം തന്നെയാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര്, കാർഷിക മേഖലകളിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല സമയമാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണിക്കുക. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും, വിദേശത്ത് അങ്ങനെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം മാത്രം ഒന്ന് നിയന്ത്രിച്ച് മുൻപോട്ട് പോവുക, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷു സംബന്ധമായിട്ടുള്ള ഫലമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നടുവിന് അസ്വസ്ഥത, ബാക്ക് പെയിൻ, അതുപോലെ തന്നെ കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കുള്ള സാധ്യത, തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. ഞാനിപ്പോ പറയുന്നത് പൊതുവെയുള്ള നക്ഷത്രഫലമാണ്. 100% ഇതെല്ലാവർക്കും പോസിബിൾ ആവും എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. പൊതുവെയുള്ള നക്ഷത്രഫലം നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ദശാസന്ധിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായി ചെറിയ തടസ്സം ജൂലൈ മാസം പകുതി വരെ ചെറിയ തോതിലുള്ള ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾക്കുള്ള സാധ്യത ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും ഈ കാലയളവ് വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല പ്രപ്പോസൽസ് വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ ആരോഗ്യപരമായി നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ തൃപ്തികരമായിട്ടുള്ള സമയമാകും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അതീവ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകേണ്ട സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുമ്പോഴും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ആ തീരുമാനത്തിലേക്ക് എത്തിപ്പെടുക. അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യമുള്ള വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. ഇത്രയുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലം. വിദ്യാർത്ഥികൾക്ക്, ഉത്രട്ടാതി നക്ഷത്രക്കാരെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും വിദേശത്തേക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും അതുപോലെ വിദേശത്തേക്ക് ജോലി സംബന്ധമായിട്ട് വിസ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ, പഠനം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. വിഷ്ണു സഹസ്രനാമവും ശ്രീകൃഷ്ണ മന്ത്രവും നിത്യവും ജപിക്കുക. നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാട് നടത്തുന്നതും അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം, പ്രത്യേകിച്ച് 30 വെള്ളി ദിവസം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച നേടാനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം സഹായം ചെയ്യുന്നതുമായിരിക്കും. പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ അത് തീർച്ചയായിട്ടും മാറുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരുടെ വിഷു സംബന്ധമായിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി കൂടുതൽ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതായത് വിഷു സംബന്ധമായിട്ടുള്ള ഫലത്തിൽ ഗുണദോഷ സമ്മിശ്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാൻ, മാനേജേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളും രേവതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ ഒരു ബൂസ്റ്റിംഗ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ രേവതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം ആർജിച്ചെടുത്ത് ജോലിയിൽ നല്ല ഇംപ്രൂവ്മെന്റോട് കൂടി മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന സമയം കൂടിയാണ്. നല്ല ദൈവാധീനമുണ്ട്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം
നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാകും രേവതി നക്ഷത്രക്കാർക്ക്. ശനീശ്വര സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാകും. ശനീശ്വര പ്രീതി, ശനി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം, ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുക. ഇടയ്ക്ക് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. അതായത് പിതൃ സംബന്ധമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാനും സഹായകരമാവുന്നതാണ്. ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയാണെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, ബ്ലോക്കായി കിടന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി കിട്ടുന്നതാണ്. ബിസിനസ് മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ല ദൈവാധീനമുള്ള സമയമാകും രേവതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജൂലൈ മാസം വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾക്കുള്ള സാധ്യത രേവതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ഇല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും. അത് നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, വാക്ക് തർക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ പറയുന്നത് പൊതുവെയുള്ള നക്ഷത്രഫലമാണ്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ ദശാസന്ധി ഏതാണ് അതിന്റെ അടിസ്ഥാനത്തിലും ഇതിന് പ്ലസ് ഓർ മൈനസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ഞാൻ പറയുന്നത് പൊതുവെയുള്ള നക്ഷത്രഫലം മാത്രമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. വീട് പണിയുന്നവർക്ക് ചെറിയ തടസ്സം, ചെറിയ കൺഫ്യൂഷൻസ് നേരിടാനുള്ള സാധ്യത രേവതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള ഓവറായിട്ടുള്ള ടെൻഷൻസ്, അത് നിമിത്തം ഉള്ള തലവേദന, അങ്ങനെയുള്ള കുടുംബത്തുണ്ടാകുന്ന അസ്വസ്ഥത കാര്യങ്ങളൊക്കെ വീട് പണിയുന്നവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തില് വിഷ്ണു പൂജ വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നു വളരെ ഉത്തമമാണ്. അങ്ങനെയുള്ള ടെൻഷൻസ് കാര്യങ്ങളൊക്കെ മാറി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതുമാണ്. അപ്പം വിദ്യാർത്ഥികൾക്ക്, രേവതി നക്ഷത്രം വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണേലും വളരെ നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് വരുന്നത്. കലാ സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക്. രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമാകും. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ശത്രുക്കൾ നിമിത്തം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിച്ചു തന്നെ മുൻപോട്ട് പോവുക. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുക. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്ന കാളി പ്രചോദയാത്. ഈ മന്ത്രം നിത്യവും ജപിച്ചു തന്നെ മുൻപോട്ട് പോവുക. ബാക്കി കാര്യങ്ങൾ അനുകൂലമാണ് രേവതി നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യലി നല്ല രീതിയിലുള്ള ഉയർച്ച നേടിയെടുക്കാൻ സഹായകരമാകുന്ന സമയം കൂടിയാകും രേവതി നക്ഷത്രക്കാർക്ക്. നിങ്ങളുടെ പഴയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം, പഴയ മിത്രങ്ങളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. അതുപോലെ കുടുംബ സമേതമായിട്ടുള്ള ഒത്തുചേരലിനുള്ള ഭാഗ്യം, നിങ്ങൾക്ക് തീർത്ഥാടന യാത്ര ചെയ്യാനുള്ള അങ്ങനെയുള്ള ഭാഗ്യം, അതുപോലെ കൂടുതൽ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഇടപെടാനുമുള്ള ഭാഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തന്നെ പോകുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർ കാണിക്കുന്നത്. ശത്രു തടസ്സം, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതലായിട്ട് മറ്റുള്ളവരോട് പറയാതെ ഇരിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലം തന്നെയായിരിക്കും രേവതി നക്ഷത്രക്കാർക്ക്. ഇത്രയുമാണ് വിഷുഫലത്തില് രേവതി നക്ഷത്രക്കാരുടെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSB4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്. ഇത് തികച്ചും സൗജന്യപരമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശം എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടെ ഓൺലൈൻ കൺസൾട്ടേഷൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.